ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇപ്പം അയർലൻഡിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഏകദേശം എത്ര രൂപ ചിലവ് വരുന്നതിനെക്കുറിച്ചൊരു ഡൗട്ട് ഉണ്ടാകും. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം OET കിട്ടി, അയർലൻഡ് സ്കോർ ആണ് എങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ DLന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് DLന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു 350 യൂറോയുടെ അടുത്ത് വരും. OETക്ക് നമുക്കറിയാം, OETക്ക് ഇതുപോലെ തന്നെ ഏകദേശം ഒരു 350 യൂറോയുടെ അടുത്താണ് ചിലവ് വരുന്നത്. അപ്പോൾ DLന് അപ്ലൈ ചെയ്ത് DL നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DLും നമ്മുടെ OETയുടെ റിസൾട്ടും നമ്മുടെ CV കൂടെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഏജൻസിക്ക് മെയിൽ അയച്ചു കൊടുക്കുക, ഒരു ഇൻ്റർവ്യൂവിൻ്റെ റിക്വസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇൻ്റർവ്യൂ കിട്ടിക്കഴിയുമ്പോഴേക്കും അവർ നമ്മളോട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഡേറ്റ് എടുക്കാൻ പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡേറ്റ് എടുക്കുക, എക്സാം ഡേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് ഒരു ഫീസ് വരുന്നത് ഒരു 2800 യൂറോയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എറ്റിപ്പിക്കൽ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏകദേശം വരുന്നത് 250 യൂറോയാണ്. പിന്നെ നമ്മൾ PCCക്ക് അപ്ലൈ ചെയ്യണം, എൻട്രി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. എൻട്രി വിസയ്ക്ക് ഏകദേശം ഒരു 13,000 രൂപയുടെ അടുത്താവും. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഒരു 30,000 തൊട്ട് 1 lakh വരെയൊക്കെ വരാം. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ബസ്സിനൊക്കെ ആണെങ്കിൽ വളരെ ചീപ്പ് റേറ്റ് ആയിരിക്കും. പക്ഷേ നമ്മളൊരു ടാക്സിക്കോ കാറിനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചധികം റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഏജൻസിയൊക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവർ നമുക്ക് നമ്മുടെ സിം കാർഡൊക്കെ റീചാർജ് ചെയ്ത് നമുക്കൊരു സിം കാർഡ് തരും. അപ്പം ഒരു മന്ത്ലി നമുക്ക് റീചാർജിങ് 15 യൂറോയൊക്കെയാണ്, ടെസ്കോ സിമിൻ്റെ ഒക്കെയാണ് വരുന്നതെങ്കിൽ കിട്ടുന്നതെങ്കിൽ. പിന്നെ നമുക്ക് വരുന്നത് ഇവിടുത്തെ അക്കോമഡേഷൻ. അപ്പോൾ എക്സാം തീരുന്നത് വരെ നമ്മൾ ചിലപ്പോൾ ഡബ്ലിനിൽ തന്നെയായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ റേറ്റ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വരുന്നത് 35 to 40 യൂറോയാണ് പെർ ഡേ വരുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മന്ത്ലി അക്കോമഡേഷനുള്ള അഡ്വാൻസ് നമുക്ക് ചിലപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് എക്സാമൊക്കെ ക്ലിയറായി നമ്മൾ ജോലിക്ക് കയറുവാണെങ്കിൽ നമുക്ക് NMBIയുടെ പിൻ രജിസ്ട്രേഷൻ ചെയ്യണം. NMBIയുടെ പിൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ഒരു 145 യൂറോയാണ് വരുന്നത്. പിന്നെ നമുക്ക് PPSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കണം. PPSN എന്ന് പറയുന്നത് പേഴ്സണൽ പബ്ലിക് സർവീസ് നമ്പറാണ്. ഇവിടെ എല്ലാത്തിനും നമുക്ക് PPSN നമ്പർ അത്യാവശ്യമാണ്. അപ്പോൾ അത് കാരണം PPSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അങ്ങനെ നമുക്ക് PPSൻ്റെ കാർഡ് കിട്ടും. പിന്നെ നമുക്ക് GNIBയുടെ ഇമിഗ്രേഷൻ രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. അതിന് ഏകദേശം ഒരു 300 യൂറോ നമ്മുടെ കാർഡിൽ വേണം. പിന്നെ നമ്മൾ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GNIBയുടെ ഇമിഗ്രേഷൻ നമ്മൾ ഒന്നും കൂടെ റിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രോസസ്സിങ്ങിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു GPയുടെ അടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് GPയുടെ അടുത്താണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അയർലൻഡിലോട്ടുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക്